കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് മടത്തിക്കോണം 2-ാം വാർഡിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സഹോദരന്മാരും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി UDFനെയും എന്നെയും വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. വിലപ്പെട്ട 3 വോട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ പഞ്ചായത്ത് വില്ലേജിന്റെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരു കാലത്ത് UDF കുത്തകയായിരുന്ന മടത്തിക്കോണം വാർഡ് അട്ടിമറി വിജയത്തോടെ കഴിഞ്ഞ തവണ ഇടതുപക്ഷം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഇക്കുറി വാർഡിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കരുത്തനായ യുവ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. AS നിസാം, കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ. KSUവിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ നിസാം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യമാണ്. യൂത്ത് കോൺഗ്രസ്, INTUC തുടങ്ങി പാർട്ടി പോഷക സംഘടനകളിൽ നേതൃത്വ സ്ഥാനം വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുഴ യൂണിറ്റ് അംഗം, പ്രദേശത്തെ കലാകായിക വേദിയുടെ മുന്നണി പ്രവർത്തകൻ തുടങ്ങി പൊതുപ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായ നിസാമിലൂടെ ഇക്കുറി മടത്തിക്കോണം വാർഡ് തിരികെ പിടിക്കാൻ കഴിയുമെന്ന് UDFും കോൺഗ്രസും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിൽ വികസന മുരടിപ്പായിരുന്നു എന്നും മുമ്പ് വിജയിച്ച UDF അംഗങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒന്നും വാർഡിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നും നിസാം പറയുന്നു. വീടുകളിൽ വോട്ട് തേടിയെത്തുന്ന തന്നെ ഇരുകൈയും നീട്ടിയാണ് ജനം സ്വീകരിക്കുന്നതെന്നും വിജയം ഉറപ്പാണെന്നും നിസാം കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുകയാണ്. അതിന് മുന്നോടിയായി നാട്ടുവാർത്ത വാർഡിലൂടെ സഞ്ചരിക്കുകയാണ്. നാട്ടുവാർത്ത നിൽക്കുന്നത് മടത്തിക്കോണം വാർഡിലാണ്. മടത്തിക്കോണം വാർഡിലെ UDF സ്ഥാനാർത്ഥിയോടൊപ്പമാണ് നിൽക്കുന്നത്. മടത്തിക്കോണം UDF സ്ഥാനാർത്ഥി AS നിസാം. നമസ്കാരം. UDFന്റെ സ്ഥാനാർത്ഥിയാണ് മടത്തിക്കോണത്തെ. അതെ, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? UDFന്റെ സ്ഥാനാർത്ഥിയായി മടത്തിക്കോണം 2-ാം വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ്. കൈപ്പത്തിയാണ് എൻ്റെ ചിഹ്നം. നമുക്ക് ഏവർക്കും അറിയാം, ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മെമ്പറായിട്ടിരുന്നിട്ടുള്ള സുനിൽകുമാറും റീനയും അടക്കം ചെയ്തിട്ടുള്ള വികസനങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്തുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രം ചില സൗജന്യങ്ങൾ നൽകുന്ന ഇത് മാത്രമായിരുന്നു നിലവിലെ മെമ്പർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മടത്തിക്കോണം പ്രദേശം. ഈ പ്രദേശത്ത് ഒട്ടനവധി ജനങ്ങൾ ഇപ്പോഴും വീട് കിട്ടാതെ, നിങ്ങൾക്ക് മടത്തിക്കോണം പ്രദേശത്ത് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടുകൾ. വലിയല മടത്തിക്കോണം റോഡ് നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. ഇതുവരെ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ വളരെ അലംഭാവം കാണിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ പാവങ്ങളുടെ വീട്. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇത് അർഹതപ്പെട്ടവർക്ക്, അത് നമ്മൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആരാണോ അർഹതപ്പെട്ടത്, ഏത് പാർട്ടിക്കാരാകട്ടെ, അർഹതപ്പെട്ടവർ ആ വീട് ഇടിഞ്ഞു വീണ് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അവർക്ക് അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഭവനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് കൃത്യമായി അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായി ശ്രമിക്കുന്നത്. പിന്നെ വലിയല മടത്തിക്കോണം റോഡ്, കൈതക്കാട്, നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ ഒരു വെള്ളക്കെട്ടുണ്ട്. മഴ പെയ്താൽ നമ്മളെ KMJ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. കുട്ടികൾ ഒരുപാട് നടന്നു പോകുന്ന റോഡാണ്. പക്ഷേ ഇത് മഴ പെയ്താൽ ഒരാൾക്കും നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. കൈതക്കാട് പൊരിയൽമുക്ക് ഒരു ഇടറോഡ്, അത് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കുക. ഈ വലിയല മടത്തിക്കോണം റോഡ് സഞ്ചാരയോഗ്യമാക്കുക. അതുപോലെ അർഹതപ്പെട്ടവർക്ക് മടത്തിക്കോണം ഭാഗത്ത് ഒരുപാട് വീടുകൾ. ഇതാണ് ആദ്യമായി അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം. അത് തന്നെയാണ്. AS നിസാമാണ് നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ താങ്ക് യു. മടത്തിക്കോണം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് നാട്ടുവാർത്തയോട് പ്രതികരിച്ചത്. നമുക്കിനി അടുത്ത വാർഡിലേക്ക് പോകാം. ക്യാമറമാൻ അജന്തിനോടൊപ്പം ജെറിൻ ജെയിംസ്, നാട്ടുവാർത്ത.